ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ഉം 8ഉം ശ്ലോകങ്ങളാണ്. ശ്രീമൻ നാരായണീയം ദശകം 79 രുക്മിണീ സ്വയംവരം ശ്ലോകം 7. ക്വനുഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യരഥം ത്വമപാഹൃതാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ക്വ നു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസം ഏത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യ രഥം ത്വം അപാഹൃതാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. അർത്ഥം: ചന്ദ്രമുഖി, ചന്ദ്രനെ പോലെ മനോഹരമായ മുഖമുള്ളവളെ, ക്വനു, എവിടേക്കാണ്, ഗമിഷ്യസി, നീ പോകുന്നത്, ഇതി, ഇപ്രകാരം പറഞ്ഞിട്ട്, ത്വം, അങ്ങ്, സരസം, അനുരാഗത്തോടു കൂടും വണ്ണം, ഏത്യ, അടുക്കലെത്തി, ക്ഷണാത്, വേഗത്തിൽ, താം, അവളെ, കരേണ, കൈക്കൊണ്ട്, ഹരൻ, പിടിച്ചിട്ട്, രഥം, രഥത്തിൽ, സമധിരോപ്യ, കയറ്റിയിട്ട്, അപാഹൃത, അപഹരിച്ചു കൊണ്ടുപോയി, തത, അതിനാൽ, ഭുവി, ഭൂമിയിൽ, ദ്വിഷാം, ശത്രുക്കളുടെ, നിനദ, ശബ്ദം, വിതത, പരന്നു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നൊന്ന് നോക്കാം. ക്വ നു, ക്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ക്വ ഗമിഷ്യസി ചന്ദ്രമുഖീ ഇതി, ചന്ദ്രമുഖീതി, മുഖി എന്നുള്ളതിൻ്റെ ഖീന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. താം നീട്ടിയിട്ട് മുർക്കം. സരസം ഏത്യ, അതാണ് സരസമേത്യ. കരേണ ഹരൻ ക്ഷണാത്, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമധിരോപ്യ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രഥം, ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വം അപാഹൃത, ത്വമപാഹൃത, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭുവി, ഭു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. തതോ വിതതോ നിനദോ ദ്വിഷാം, ദ്വി, ദ്വ നവള ചിഹ്നം വള്ളി, ദ്വിഷാം നീട്ടിയിട്ട് മുർക്കം. ക്വനുഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യ രഥം ത്വമപാഹൃതാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. അടുത്തത് 8ാമത്തെ ശ്ലോകം. ക്വനുഗത പശുപാലയിതി ക്രുധാ കൃതരണായദുഭിശ്ച ജിതാ നൃപാ നതു ഭവാനുദചാല്യത തൈരഹോ പിശുനകൈശ്ശുനകൈരിവ കേസരി. നമുക്കതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ക്വനു ഗത പശുപാല ഇതി ക്രുധ കൃതരണ യദുഭിശ്ച ജിതാ നൃപാ ന തു ഭവാൻ ഉദചാല്യത തൈർ അഹോ പിശുനകൈ ശുനകൈർ ഇവ കേസരി. അർത്ഥം: പശുപാല, യാദവൻ, ക്വനു ഗത, എവിടെ ഗതനായി, ഇതി, ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, നൃപാ, രാജാക്കന്മാർ, ക്രുധ, കോപത്തോടുകൂടി ഓടിയടുത്തു, കൃതരണ, യുദ്ധം ചെയ്യുന്നവനായി, യദുഭി, യാദവന്മാരാൽ, ജിത, ജയിക്കപ്പെട്ടവരായി, ഭവാൻ, അവിടുന്നാകട്ടെ, പിശുനകൈ, നീചന്മാരായ, തൈ, അവരാൽ, ശുനകൈ,
ശ്വാക്കളാൽ കേസരി ഇവ സിംഹം എന്ന പോലെ ന ഉദചാല്യത ഇളക്കപ്പെട്ടില്ല. അഹോ ആശ്ചര്യം തന്നെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ക്വനു ഗത അവിടെ വിസർഗം. പശുപാല ഇതി ക്രുധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ക്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. കൃതരണ യദുഭി ച യദുഭിശ്ച ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശ്ച എന്നുള്ളത് ശ ച എന്നാണ്. ജിത നൃപ അവിടെ നീട്ടിയിട്ട് വിസർഗം. ന തു ഭവാൻ ഉദചാല്യത ചേർത്തിട്ട് ഭവാനുദചാല്യത ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തൈ അഹോ ചേർത്തിട്ട് തൈരഹോ. പിശുനകൈ ശുനകൈർ ശുനക അവിടെ വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ രണ്ട് ശാന്ന് വേണം. പിശുനകൈ ശുനകൈരിവ പിശുനകൈ ശുനകൈർ ഇവ എന്ന് ചേർത്തിട്ടാണ് രിവ എന്ന് വരുന്നത്. പിശുനകൈ ശുനകൈരിവ കേസരി നീട്ടിയിട്ട്. ക്വനുഗത പശുപാലയിതി ക്രുധ കൃതരണായദുഭിശ്ച ജിതാ നൃപാ ന തു ഭവാനുദചാല്യത തൈരഹോ പിശുനകൈശുനകൈരിവ കേസരി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.